ഈ ലോകത്തുള്ള നമ്മുടെ ജീവിതം അനുനിമിഷം ധർമാധർമ്മങ്ങളുടെ യുദ്ധമാണ്. ധർമ്മം നിലനിൽക്കേണ്ടത് ലോകത്തിൻ്റെ സ്വസ്ഥമായ നിലനിൽപ്പിന് ആവശ്യമായതിനാൽ തന്നെ അധർമ്മത്തിൻ്റെ പക്ഷത്ത് ആരായാലും അവരെ പരിഗണിക്കേണ്ടതിൻ്റെയോ ദയ കാണിക്കേണ്ടതിൻ്റെയോ ആവശ്യമില്ല. നല്ല ചിന്തകളോടെ ഈശ്വരാർപ്പണമായി താൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനെന്നോ എൻ്റേതെന്നോ ഉള്ള ചിന്തയില്ലാതെ ചെയ്യുന്ന വ്യക്തികളെ ആ കർമ്മത്തിൻ്റെ പുണ്യമോ പാപമോ ഒന്നും ബാധിക്കുകയില്ല. ജീവിതത്തിൽ നല്ലത് ചെയ്യാൻ നമുക്ക് മുന്നിൽ എത്തിച്ചു തരുന്ന സാഹചര്യങ്ങളെ വ്യക്തിബന്ധങ്ങളുടെയും കടപ്പാടുകളുടെയും പേര് പറഞ്ഞ് ശരിയായി നേരിടാതെ അവയിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചാൽ ആ സാഹചര്യങ്ങളെ നമ്മൾ മറ്റൊരു വിധത്തിലെങ്കിലും നേരിടാനുള്ള സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. ആദ്യത്തേത് നമുക്ക് കീർത്തി ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളാണെങ്കിൽ ഒളിച്ചോടി നമ്മൾ എത്തിച്ചേരുക ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത ചക്രവ്യൂഹത്തിലായിരിക്കും. ജീവിതത്തെ ശരിയായി നേരിടാൻ നമ്മൾ ചെയ്യേണ്ടത് പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് ഓടിയൊളിക്കാതെ അവയെ ഏറ്റവും കാര്യക്ഷമമായി നേരിടുക എന്നതാണ്. അങ്ങനെ നേരിടേണ്ടി വരുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന വിഷമങ്ങൾ അവയിൽ നിന്നും ഓടിയൊളിക്കുമ്പോൾ നേരിടേണ്ടി വരുന്നതിനേക്കാൾ കുറവായിരിക്കും.